അതേസമയം പാലക്കാട് എലപ്പുള്ളിയിലെ സ്വകാര്യ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പരസ്യമാക്കി CPI. പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരെ വിമർശനം. മദ്യനിർമ്മാണശാല പ്ലാൻ കർഷകരിലും കൃഷിക്കാരിലും ആശങ്കയുണ്ടാക്കിയെന്നാണ് വിമർശനം. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകുമെന്നും വിശദീകരണം. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു. പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരിയുടെയാണ് ലേഖനം. ഇതിനിടെ മറ്റൊരു ഘടകകക്ഷിയായ ജനതാദൾ എസിലും കടുത്ത അതൃപ്തി പുകയുകയാണ്. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള കടുത്ത അതൃപ്തി പരസ്യമാക്കുകയാണ് CPI. പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ മണ്ണും ജലവും പരിസ്ഥിതിയും സംരക്ഷിക്കണമെന്ന ലേഖനത്തിലൂടെയാണ് CPI നിലപാട് അറിയിച്ചിരിക്കുന്നത്. കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും പദ്ധതി ആശങ്കയുണ്ടാക്കിയെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ലേഖനത്തിലെ ആവശ്യം. നെല്ലാണോ മദ്യമാണോ പാലക്കാട്ട് നെൽവയലുകളിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് ലേഖനത്തിൽ എടുത്തു ചോദിക്കുന്നു. മദ്യ കമ്പനി വെള്ളം ചൂഷണം ചെയ്യുന്നതോടെ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കില്ല. ജലചൂഷണം ചെയ്യാനുള്ള പദ്ധതിയെ നേരത്തെയും സമരത്തിലൂടെ നേരിട്ടിട്ടുണ്ടെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരിയുടേതാണ് ലേഖനം. അതേസമയം CPIക്ക് പിന്നാലെ ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ JDSും നിലപാട് കടുപ്പിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത K കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. മന്ത്രിയെ മാറ്റണമെന്നാണ് ആവശ്യം. സർക്കാർ തീരുമാനത്തിനെതിരെ ഘടകകക്ഷികൾ ഒന്നൊന്നായി എതിർപ്പറിയിച്ചു തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയും CPMും ആശയക്കുഴപ്പത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.